ഇത് നമ്മുടെ ആറാമത്തെ വീഡിയോ ആണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൾജിബ്ര ഓഫ് പ്രൊപ്പോസിഷൻ ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു പ്രൊപ്പോസിഷൻ, ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില നിയമങ്ങളാണ്. ഇതിന്റെ എല്ലാം പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യാണ്. പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ ഓർത്തിരിക്കണം, രണ്ട് ഡി മോർഗൻസ് ലോ ഓർത്തിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിവിടെ കാണാം പി ഓർ ടു ആൻഡ് ആർ. അപ്പം ഒന്ന് ഓറും പുറത്ത് കിടക്കുന്ന ഓറും അകത്ത് കിടക്കുന്ന എന്താണ് ആൻഡുമാണ്. അപ്പൊ ഇത് രണ്ടായിരിക്കണം. ഇതാണെങ്കിൽ പി ഓർ കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഓരോ ടീമിനെ മൾട്ടിപ്ലൈ. നമ്മൾ പണ്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതും എ കൊണ്ട് ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി എന്ന് കിട്ടും, എ കൊണ്ട് സി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എ സി എന്ന് കിട്ടും. അപ്പം ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്നത് രണ്ടിന്റെ ഇടയ്ക്ക് വരും. അതുപോലെ ഇവിടെ നമ്മൾ പി ഓർ കൊണ്ട് ഇവിടെ ഓറിന് വരെ നമ്മൾ പി ഓർ കൊണ്ട് ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ പി ഓർ ക്യൂ എന്ന് കിട്ടി. പി ഓർ കൊണ്ട് ആറിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പി ഓർ ആർ എന്ന് കിട്ടി. ഈ പുറത്ത് കിടക്കുന്ന ആൻഡ് നമുക്ക് നടുക്ക് വരും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിനെ നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ ആയിട്ടും അതുപോലെ തന്നെ ആൻഡിനെ നമുക്ക് ഇൻഡു ഓപ്പറേറ്റർ ആയിട്ടും ഗുണനം ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. പ്ലസ് ആൻഡ് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇത് അഡീഷനും ഇത് മൾട്ടിപ്ലിക്കേഷനും ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ തന്നെ വേറൊരു ഫോർമാറ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയുന്നുള്ളേ ഉള്ളൂ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അടുത്താണ് പി ആൻഡ് ക്യൂ ഓർ ആർ. പി ആൻഡ് കൊണ്ട് ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ പി ആൻഡ് ക്യൂ കിട്ടി. പി ആൻഡ് കൊണ്ട് ആറിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പി ആൻഡ് ആറ് കിട്ടി, നടുക്ക് ഓർ. ഇത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളത് മനസ്സിൽ ചിന്തിക്കാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഈ നമ്മളിപ്പം ഈ പറയുന്ന പി ആൻഡ് ക്യൂ ഓർ ആർ, അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് മാറ്റി അങ്ങ് ചിന്തിക്കാമെങ്കിലേ ഇങ്ങനെ ചിന്തിക്കും. നോക്കിയും പി നമ്മൾ പറയുന്നത് പി പി ആൻഡ് ക്യൂ ഓർ ആർ, ഇതല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ആൻഡിന് പകരം നമ്മൾ ഇൻറ്റു ഇടും. അപ്പം പി മൾട്ടിപ്ലിക്കേഷൻ പി ഇൻറ്റു ക്യൂ ഓറിന് വരെ നമ്മൾ അഡീഷൻ ക്യൂ പ്ലസ് ആർ. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? പി കൊണ്ട് ആദ്യം ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ പി ഇൻറ്റു ക്യൂ, അത് കഴിഞ്ഞ് പി കൊണ്ട് നമ്മൾ ആറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് പ്ലസ് പി ഇൻറ്റു ആറ്. അപ്പൊ നമ്മൾ പറയും ഈ പിയെ നമ്മൾ അകത്തേക്ക് കയറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലെ. പി ക്യൂവിനും കൊടുത്തു, പി നമുക്ക് ദൂരം കൊടുത്തു, ആറിനും കൊടുത്തു. ഇത് നമ്മൾ നമ്മുടെ സിമ്പിളായിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മൾ പി ഇൻറ്റുവിന് പകരം ആൻഡ് ക്യൂ, സോറി ഓറാണ് വന്നത്, ഓറല്ല ആൻഡ്. പി ആൻഡ് ക്യൂവ്, ഇതിന് ഈ ഇൻറ്റുവിന് പകരമാണ് നമ്മൾ എന്തോ ഇട്ടേക്കുന്നത്, ആൻഡ് ഇട്ടേക്കുന്നത്. പ്ലസിന് പകരം ഓറ്, പി ആൻഡ് ആർ. ഇത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത് പി ആൻഡ് ക്യൂ. പി ഉണ്ടാകത്തേക്കൂടെ പി ആൻഡ് ക്യൂ ഓർ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ തന്നെ രണ്ട് ഫോർമാറ്റ് നമുക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ രണ്ട് സ്ഥലത്തും ഉണ്ട്. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെയും പേപ്പറുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ഫോർമാറ്റ് ആണ്. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ഫോർമാറ്റ് ആണ്. ഒന്ന് ഇതും അടുത്തത് ഇതും. ഇത് രണ്ടും ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ഫോർമാറ്റ് ആണ്. ഇവിടെ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളതും ബ്രാക്കറ്റിനകത്തുള്ളതും രണ്ട് ഡിഫറെന്റ് സൈൻ ആയിരിക്കണം. ഇവിടെ അത് തന്നെ, ബ്രാക്കറ്റിന് പുറത്തുള്ളതും എന്നാലേ ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഡി മോർഗൻസ് ലോ പറയുന്നത് നെഗേഷൻ ഓഫ് എ ബ്രാക്കറ്റ് കിടന്ന പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു നെഗേഷൻ. ഇത് ആണെങ്കിൽ നെഗേഷൻ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്പിൾ ആണ്. ഈ നെഗേഷൻ പിക്കും കൊടുക്കണം, ഈ നെഗേഷൻ ക്യൂവിനും കൊടുക്കണം. നെഗേഷൻ പി, നെഗേഷൻ ക്യൂ. എന്നിട്ട് ഈ നടുക്ക് കിടക്കുന്ന ഇത് ഓർ ആണെങ്കിൽ ആൻഡ് ആക്കണം, തിരിച്ച് ഇത് ആൻഡ് ആണെങ്കിൽ ഓർ ആക്കണം. ദിസ് ഇസ് കാൾഡ് ഡി മോർഗൻസ് ലോ. അപ്പൊ ഇത് രണ്ട് നമുക്ക് സിംപ്ലിഫിക്കേഷൻ വേണ്ടി വളരെയധികം ഉപയോഗിക്കും. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ബൈ ഡയറക്ഷണൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിന് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ ഒന്ന്
പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ഓർ ക്യൂ. ഫസ്റ്റിന്റെ നെഗേഷനും പിന്നെ ഓറും ക്യൂവും. അടുത്ത നമ്മൾ ഓർത്തിക്കേണ്ടത് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഇതാണ് ഇമ്പോർട്ടന്റ്. ഈ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കണം. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കിക്കോണം, എന്നാലും അത്ര നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അടുത്ത എല്ലാം പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ അത്ര പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ആദ്യത്തെ അത് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ പി ബൈ കണ്ടീഷണൽ ക്യൂവിന് ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ടു ക്യൂ ആൻഡ് ക്യൂ ടു പി. അത് തന്നെ എഴുതുക, പി ടു ക്യൂ ആൻഡ് ക്യൂ ടു പി. ഇവിടെ അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഈ രണ്ട് ഇക്വലൻസ് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നല്ലപോലെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, വിച്ച് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടോട്ടോളജി ആൻഡ് കോൺട്രഡിക്ഷൻ. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മളത് പരീക്ഷയ്ക്ക് ചോദിക്കും, ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഈസ് ടോട്ടോളജി ഓർ ഇറ്റ് ഈസ് കോൺട്രഡിക്ഷൻ. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ടോട്ടോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ, ഒരു ഇക്വേഷന്റെ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ അതിന്റെ ഫൈനൽ കോളത്തിൽ വരുന്ന എല്ലാം ട്രൂ വാല്യൂ ആണെങ്കിൽ പി ക്യൂ പിന്നെ അതുപോലെ കുറെ പി സംതിങ് ഇംപ്ലൈസ് ക്യൂ ഇങ്ങനെയൊക്കെ എല്ലാം കൊടുത്തിട്ട് അവസാനം നമ്മൾ ഇതിന്റെ ഫൈനൽ എഴുതുമ്പോൾ ഫൈനൽ കോളത്തിൽ എല്ലാം ട്രൂ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ടോട്ടോളജി. ടോട്ടോളജി മീൻസ് ട്രൂത്ത് എന്നാണ്. ട്രൂ വാല്യൂ, എന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ വരണം. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫൈനൽ കോളം കംപ്ലീറ്റ് ഫാൾസ് വരികയാണെങ്കിൽ, എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഫാൾസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് കോൺട്രഡിക്ഷൻ. അപ്പൊ ട്രൂ വരുവാണെങ്കിൽ ടോട്ടോളജിയും, ഫാൾസ് വരുവാണെങ്കിൽ കോൺട്രഡിക്ഷൻ. അപ്പൊ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷൻ ആണോ ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം ടോട്ടോളജി ഈസ് എ ഫോർമുല വിച്ച് ഈസ് ആൾവേസ് ട്രൂ. എപ്പോഴും ട്രൂ. എ കോൺട്രഡിക്ഷൻ ഈസ് എ ഫോർമുല വിച്ച് ഈസ് ആൾവേസ് ഫാൾസ്. ഇത്രയേ ഉള്ളൂ. എ ടോട്ടോളജി ഈസ് എ ഫോർമുല വിച്ച് ഈസ് ആൾവേസ് ട്രൂ ആൻഡ് എ കോൺട്രഡിക്ഷൻ ഈസ് എ ഫോർമുല വിച്ച് ഈസ് ആൾവേസ് ഫാൾസ്. നമ്മൾ ടോട്ടോളജിയുടെ ഒക്കെ പ്രോബ്ലം ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ. ട്രൂത്ത് വന്നാൽ ട്രൂവും. അടുത്തത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ രണ്ടു കാണിച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ഓർ ക്യൂ ഇംപ്ലൈസ് പി ഈസ് എ ടോട്ടോളജി. ഈ സ്റ്റേറ്റ്മെന്റ് ഒരു ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെ വേണം നമ്മുടെ ട്രൂത്ത് ടേബിളില്? പിക്ക് ഒരു കോളം വേണം, ക്യൂവിനൊരു കോളം വേണം, പി ഇംപ്ലൈസ് ക്യൂവിനൊരു കോളം വേണം, ക്യൂ ഇംപ്ലൈസ് പിക്ക് ഒരു കോളം വേണം, പിന്നെ ടോട്ടൽ പി ഇംപ്ലൈസ് ക്യൂ ഓർ ക്യൂ ഇംപ്ലൈസ് പി വേണം. പിയുടെ കോളം, ക്യൂവിന്റെ കോളം, പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോളം, ക്യൂ ഇംപ്ലൈസ് പിയുടെ കോളം, പിന്നെ മൊത്തം സ്റ്റേറ്റ്മെന്റിന്റെ കോളം ഇവിടെ. ഇത്ര നമ്മൾ എഴുതി. ഇനി രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ കോമ്പിനേഷൻസ് ആണ്. പിയുടെ താഴെ നമുക്ക് ട്രൂവ്, ഫാൾസ്, ഫാൾസ്. ക്യൂവിന്റെ താഴെ ട്രൂ, ഫാൾസ്, ട്രൂ, ഫാൾസ്. TTFF, TF, 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 TF. അടുത്ത പി ഇംപ്ലൈസ് ക്യൂ എന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂന്റെ ട്രൂത്ത് ടേബിൾ നോക്കി ഞങ്ങൾക്കറിയാം. പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആകുന്നത് ഒരൊറ്റ കേസിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴാ? പി ട്രൂവും ക്യൂ ഫാൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആവും. ബാക്കി എല്ലാ കേസിലും പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. അപ്പം ആദ്യത്തെ പി ട്രൂ, ക്യൂ ട്രൂ, ഇത് ട്രൂ ആണ്. പി ട്രൂ, ക്യൂ ഫാൾസ്. അപ്പം ഒന്ന് പി ട്രൂവും ക്യൂ ഫാൾസും ആയതുകൊണ്ട് ഇത് ഫാൾസ്. ഇത് FT ആണ്, ഫാൾസ് ട്രൂ ആണ്. അപ്പൊ ഇത് ട്രൂ അല്ല. ഇതും ഫാൾസ് ട്രൂ ആണ്. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ ഇത് ഫാൾസ് ആകത്തുള്ളൂ. തിരിച്ച് ക്യൂ ഇംപ്ലൈസ് പി, ക്യൂ ഇംപ്ലൈസ് പി ഫാൾസ് ആവുന്ന ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. എപ്പോഴാ ക്യൂ ഇംപ്ലൈസ് പി ഫാൾസ് ആവുന്നത്? ക്യൂ ട്രൂവും പി ഫാൾസ് ആവുമ്പോഴേ. ക്യൂ ട്രൂ ആവുന്ന കേസ് നോക്കി, ഫസ്റ്റ് കേസ് ക്യൂ ട്രൂ ആണ്, പക്ഷെ പിയും ട്രൂ ആയതുകൊണ്ട് അത് ട്രൂ. അടുത്ത രണ്ടാമത്തെ കേസിൽ നോക്കിയാൽ പി ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണ്, അപ്പൊ അതും ട്രൂ. മൂന്നാമത്തെ കേസിൽ ക്യൂ ട്രൂവും പി ഫാൾസും, ഇപ്പൊ TF ആണ്, അപ്പൊ ആ കേസിൽ ഇത് ഫാൾസ്. ആദ്യത്തെ കേസ് രണ്ടും ഫാൾസ് ആണ്ട് ട്രൂ. ഇപ്പൊ ഈ ഒരു കേസ് മാത്രം പി ക്യൂ ട്രൂവും പി ഫാൾസ് എന്ന കേസിൽ മാത്രമേ ഇത് ഫാൾസ് ആകത്തുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് കോളം എന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂ ഓർ ക്യൂ ഇംപ്ലൈസ് പി. ഇത് രണ്ടിന്റെയും കൂടെ, ഇതിന്റെയും കൂടെ ഓർ ഓപ്പറേറ്റർ ആണ്. ഏതെങ്കിലും ഓറിന്റെ പ്രത്യേകത അറിയാം, രണ്ട് ഫാൾസ് ആയാൽ മാത്രമേ ഫാൾസ് ആകത്തുള്ളൂ. ആദ്യത്തെ ഇതും ഫാൾസ് ആകണം, ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം ഫാൾസ് ആകണം, അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം ഫാൾസ് ആയാൽ മാത്രമേ ഓർ ഓപ്പറേറ്റർ ഫാൾസ് ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ രണ്ടും ട്രൂ ആണ്, അതുകൊണ്ട് എന്റെ ഔട്ട്പുട്ട് ട്രൂ. ഇവിടെ ഒന്ന് ട്രൂവും ഒന്ന് ഫാൾസും അടുത്ത ട്രൂ ആണ്, അപ്പോഴും ഔട്ട്പുട്ട് ട്രൂ.
ഇവിടെ ഒന്ന് ട്രൂവും മറ്റേ ഫാൾസും ആണ്, അപ്പോഴും ട്രൂ. രണ്ടും ട്രൂ ആണ്, അപ്പോഴും ട്രൂ. അപ്പം ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ, മൊത്തം ട്രൂ ആണ്. സോ ദിസ് ഈസ് എ ടോട്ടോളജി. അപ്പൊ തന്നേക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്തു. ചിലപ്പോൾ ഇത് ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ചെക്ക് ചെയ്യാനായിരിക്കും, ടോട്ടോളജി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. അപ്പൊ നമ്മൾ പറയും ദ ലാസ്റ്റ് ആൻഡ് ആൻസർ എന്ന് വെച്ചാൽ ദ ലാസ്റ്റ് കോളം കണ്ടെയ്ൻസ് ടി ഓൺലി, ഹെൻസ് ദ ഫോർമുല ഈസ് എ ടോട്ടോളജി. ഇതുപോലെ നമുക്ക് കോൺട്രഡിക്ഷന്റെ ഒരു ഇത് പ്രൂഫാണ്. പി ആൻഡ് നെഗേഷൻ പി ഈസ് എ കോൺട്രഡിക്ഷൻ. പി ആൻഡ് നെഗേഷൻ പി ഈസ് എ കോൺട്രഡിക്ഷൻ. പിയുടെ എഴുതി, പിക്ക് രണ്ട് പിയും ട്രൂ, നെഗേഷൻ പി എഴുതി. ഇവിടെ പി ആൻഡ് നെഗേഷൻ പി ഇവിടെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം ആൻഡ് ഓപ്പറേറ്റർ രണ്ടും ട്രൂ ആകുമ്പോഴേ ഔട്ട്പുട്ട് ട്രൂ ആകത്തുള്ളൂ. പിയും ട്രൂ ആവണം, നെഗേഷൻ പിയും ട്രൂ ആവണം. ഇവിടെ ട്രൂ ഫാൾസ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ്. ഇവിടെ ട്രൂ, ഇവിടെ ഫാൾസ് ട്രൂ, ഔട്ട്പുട്ട് ഫാൾസ്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. പക്ഷെ പി ഓർ നെഗേഷൻ പി എന്താണ്, അതെന്ന് പറയുന്നത് ടോട്ടോളജിയാണ്. അപ്പം തന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതിയ ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ പ്രോബ്ലംസ് കാര്യമോ പിന്നെ ചെയ്യാം. വേറെ ഐറ്റം ഉണ്ട് വിച്ച് ഈസ് കാൾഡ് കണ്ടിജൻസി. കണ്ടിജൻസി എന്ന് വെച്ചാൽ ടോട്ടോളജി അല്ല, കോൺട്രഡിക്ഷനും അല്ല. എന്ന് വെച്ചാൽ മൊത്തം ട്രൂ അല്ല, എന്നാൽ മൊത്തം എന്തോ അല്ല, ഫാൾസും അല്ല. ട്രൂ വരും, പിന്നെ ഒരു ഫാൾസ് വരുന്നു, പിന്നെ ചിലപ്പോൾ രണ്ട് ട്രൂ വരുന്നു, പിന്നെ ഒരു ഫാൾസ്. ഇങ്ങനെ ട്രൂവും ഫാൾസും എല്ലാം മിക്സ് ചെയ്ത് കിടക്കുന്ന എന്നാണ് നമ്മൾ കോൺട്രഡിക്ഷൻ, സോറി കണ്ടിജൻസി എന്ന് പറഞ്ഞത്. അപ്പൊ തന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ടോട്ടോളജി ആകാം, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആകാം, അതല്ലെങ്കിൽ എന്തായിരിക്കും, കണ്ടിജൻസി. ട്രൂവും ഫാൾസും അങ്ങോട്ട് ഇങ്ങോട്ട് മാറി തിരിഞ്ഞും വരുന്നതായിരിക്കും. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന്, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്തു വയ്ക്കണം. അടുത്ത നമ്മൾ പറയുന്നത് രണ്ട് ഇക്വലൻസ് ഓഫ് പ്രപ്പോസിഷൻസ് ആണ്. പ്രപ്പോസിഷൻ മീൻസ് എ സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇക്വലന്റ് ആണ്, തുല്യമാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടിന്റെയും ട്രൂത്ത് ടേബിളിന്റെ ലാസ്റ്റ് കോളം ഒരുപോലെ ആയിരിക്കണം. ഇഫ് ദി ട്രൂത്ത് ടേബിൾ ഓഫ് ദി ടു പ്രപ്പോസിഷൻസ് ആർ ഐഡന്റിക്കൽ, രണ്ട് പ്രപ്പോസിഷന്റെയും ട്രൂത്ത് ടേബിൾ ഐഡന്റിക്കൽ ആണെങ്കിൽ ദേ ആർ കാൾഡ് ലോജിക്കലി ഇക്വലന്റ് ഓർ സിംപ്ലി ഇക്വലന്റ്. ഇഫ് they have identical truth table. രണ്ട് പ്രപ്പോസിഷൻസ് ലോജിക്കലി ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ വെറുതെ ഇക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് എന്താ വേണം, they should have identical truth table. ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ, ഇത് രണ്ട് ഇക്വലന്റ് ആണെന്ന, ഇതും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഇതിന്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതിയിട്ട് രണ്ട് ട്രൂത്ത് ടേബിളും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ഒരു ഐഡന്റിറ്റി. ഇപ്പൊ രണ്ട് ട്രൂത്ത് ടേബിളും സെയിം ആണെങ്കിൽ നമ്മൾ പറയും ഐഡന്റിക്കൽ എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ എന്തൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. നമ്മൾ നേരത്തെ ഡിമോർഗൻസ് ലോ ആണിത്. അതായത് നെഗേഷൻ എന്നുള്ളത് പിക്കും ക്യൂവിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഓറ് വന്നത് ഇവിടെ എന്തുവായി, സോറി മാറിപ്പോയി, ഓറ് വന്നത് നമ്മൾ ആൻഡ് ആയിട്ട് വരണം. ഓറ് വന്നത് പി ആൻഡ് നെഗേഷൻ ക്യൂ. ഓക്കെ. അപ്പം ഇത് ആദ്യം ഇതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്നു, ഇത് എഴുതുന്നു, രണ്ടും തുല്യമാണെന്ന് പറയുന്നു. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് പി വേണം, ക്യൂ വേണം, പി ആൻഡ് ക്യൂ വേണം, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ വേണം. നെഗേഷൻ പി വേണം, ഇവിടെ നെഗേഷൻ ക്യൂ, ഇവിടെ നെഗേഷൻ ക്യൂ വേണം, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ വേണം. അപ്പൊ ആദ്യം പിയുടെ എഴുതുമ്പോൾ രണ്ട് ട്രൂ, രണ്ട് ഫാൾസ്. ക്യൂവിന്റെ എഴുതുമ്പോൾ ട്രൂ ഫാൾസ്, ട്രൂ ഫാൾസ്. ആദ്യം പി ആൻഡ് ക്യൂ എഴുതുമ്പോൾ, സോറി പി ഓർ ക്യൂ എഴുതുമ്പോൾ ഏതെങ്കിലും രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമേ പി ഓർ ക്യൂ ഫാൾസ് ആകത്തുള്ളൂ. അപ്പം രണ്ട് ഫാൾസ് എഴുതാണ്ട് ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഫാൾസ്, ബാക്കിയെല്ലാം എന്താണ്, ട്രൂ. അടുത്ത ഇതിന്റെ നെഗേഷൻ, ഇതിന്റെ നെഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ട്രൂ ഉള്ളടുത്ത് ഫാൾസ് കൊടുക്കണം, ഫാൾസ്. അപ്പം ഇവിടെ ടി വന്നോണ്ട് ഇവിടെ എഫ്, ഇവിടെ ടി വന്നോണ്ട് ഇവിടെ എഫ്, ഇവിടെ ടി വന്നോണ്ട് ഇവിടെ എഫ്, ഇവിടെ എഫ് വന്നോണ്ട് ഇവിടെ ടി. അപ്പൊ ഇതിന്റെ നെഗേഷൻ ഇവിടെ നമ്മൾ എഴുതി. അടുത്ത നെഗേഷൻ പി. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പി എഴുതിയിരിക്കുന്നത് രണ്ട് ട്രൂവും രണ്ട് എഫും. ഇവിടെ നെഗേഷൻ എടുക്കുമ്പോൾ രണ്ട് ഫാൾസും രണ്ട് ട്രൂവും, രണ്ട് ഫാൾസും രണ്ട് ട്രൂവും. നെഗേഷൻ ക്യൂ, ക്യൂ എഴുതിയിരിക്കുന്നത് ടി എഫ് ടി എഫ്, ടിക്ക് വരെ നമ്മൾ ടി എഫ് ഫാൾസ് ആക്കണം, ഫാൾസിനെ ട്രൂ ആക്കണം. അപ്പൊ ടി എഫ് ടി എഫിനെ എഫ് ടി എന്ന് എഴുതും, എഫ് ടി എഫ് ടി. ഈ ട്രൂ വരുമ്പോൾ ഇവിടെ ഫാൾസ് എന്ന് എഴുതി,
ഇവിടെ ഫാൾസ് വരുമ്പോൾ ഇവിടെ ട്രൂ എന്ന് എഴുതി, ഇവിടെ ട്രൂ വരുമ്പോൾ ഇവിടെ ഫാൾസ് എന്ന് എഴുതി, ഇവിടെ ഫാൾസ് വരുമ്പോൾ ഇവിടെ ട്രൂ എന്ന് എഴുതി. ഇനി നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ, ഇതാണ് നമ്മുടെ ലാസ്റ്റ്. രണ്ടും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞേക്കുന്നത്. നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകം അറിയാം. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡ് ട്രൂ ആകത്തുള്ളൂ. രണ്ടും ബാക്കിയെല്ലാം ഫാൾസ് ആയിരിക്കും. ഇവിടെ രണ്ടും ട്രൂ വരുന്നത് നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും ട്രൂ വരുന്ന ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ട്രൂ, ബാക്കിയെല്ലാം എന്താണ് ഫാൾസ്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രൂത്ത് ടേബിളിന്റെ ഇവിടുത്തെ ഈ കോളോടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 2 3 1 2 3 ഫാൾസ് ഒരു ട്രൂ. ഇതിന്റെ അവിടെ അതേ ഓർഡറിൽ തന്നെ 3 ഫാൾസും ഒരു ട്രൂ. ഇത് രണ്ടും എന്താണ്? വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദേ ആർ ഇക്വലന്റ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ അവരുടെ ട്രൂത്ത് ടേബിൾ ഐഡന്റിക്കൽ ആയിരിക്കണം. ഇക്വലൻസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ട്രൂത്ത് ടേബിൾ വരയ്ക്കാതെ ഇക്വലൻസ് കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ആൾജിബ്ര ഓഫ് പ്രപ്പോസൽ, അത് നേരത്തെ നമ്മൾ കുറെ ലോ പറഞ്ഞില്ല. ഐഡംപൊട്ടന്റ് ലോ, അതുപോലെ തന്നെ ഡി മോർഗൻസ് ഐഡന്റിറ്റി ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പിന്നീട് ചെയ്യും. അപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യണമെങ്കിൽ നമ്മൾ ആ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത നമ്മൾ വേറൊരു ടോപ്പിക്കിലൂടെ പോവുകയാണ്, ലോ ഓഫ് ഡ്യുവാലിറ്റി. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇരട്ടകൾ നല്ലയോ, ഒരേപോലെ ഇരിക്കുന്ന ഒരാള്, അവൻ ഇവന്റെ ഡ്യുവൽ ആണ് എന്ന് വെച്ചാൽ അവന് പകരം ഇവൻ മതി. അതാണ് ഡ്യുവൽ. അപ്പം ഡ്യുവാലിറ്റി എന്താ? ഒരു എ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ സ്റ്റാർ എന്നാണ്. എ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എ സ്റ്റാർ ആണ് അതിന്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ്. ഇനി എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എ സ്റ്റാർ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലെ ഓർ ഉണ്ടെങ്കിൽ അതിനെ ആൻഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ആൻഡ് ഉണ്ടെങ്കിൽ അതിനെ ഓർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ട്രൂ ഉണ്ടെങ്കിൽ അതിനെ ഫാൾസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഫാൾസ് ഉണ്ടെങ്കിൽ അതിനെ എന്തുവേണം? ട്രൂ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എ അതിന്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും പറഞ്ഞു. പി ഓർ ക്യൂ ആൻഡ് ടി ആൻഡ് എഫ്. പി ഓർ ക്യൂ ആൻഡ് ടി ആൻഡ് എഫ്. ഇതിന്റെ ഡ്യുവൽ ഇത് ഞാൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് എ സ്റ്റാർ എന്നാണ്. എ സ്റ്റാർ എങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു പി, അതുപോലെ തന്നെ എഴുതി. ഇവിടെ എന്താ ഉള്ളത്? ഓർ ആണുള്ളത്. ഓറിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതിന് പകരം ആൻഡ് കൊടുക്കണം. ക്യൂവിനെ അതുപോലെ തന്നെ ഇവിടെ എഴുതി. ഇവിടെ എന്താ ഉള്ളത്? ആൻഡ് ആണുള്ളത്. ആൻഡിന് പകരം ഓർ കൊടുക്കണം. ഇവിടെ ട്രൂ ഉണ്ട്. ട്രൂവിന് എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫാൾസ് ആക്കണം. അതുപോലെ ഇവിടെ ആൻഡ് ഉണ്ട്, അവനെ ഓർ ആക്കണം. ഫാൾസിന് എന്തോ എഴുതണം? ട്രൂ എന്ന് എഴുതണം. ഇതാണ് ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ്. ഓറിനെ ആൻഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ആൻഡിനെ ഓർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ട്രൂ എന്നുണ്ടെങ്കിൽ ഫാൾസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഫാൾസ് ഉണ്ടെങ്കിൽ ട്രൂ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ 4 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളാ. ഓർ ആൻഡ് ആക്കണം, ആൻഡ് ഓർ ആക്കണം, ട്രൂ ഉണ്ടെങ്കിൽ ഫാൾസ് ആക്കണം, ഫാൾസ് ഉണ്ടെങ്കിൽ ട്രൂ ആക്കണം. നമുക്ക് ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഇവനെ ഒന്നുകൂടെ നമ്മൾ ഡ്യുവൽ എടുത്ത് ഇവന്റെ ഈ ഡ്യുവൽ സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഡ്യുവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടും, അല്ലേ? ഇതാണ് ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് ഡ്യുവാലിറ്റി പറയുന്നത് two statements A and A are said to be dual of each other if either one can be denoted from the other by replacing and. ഇതാണ് ഡ്യുവാലിറ്റി തിയറം പറയുന്നത്, ലോ ഓഫ് ഡ്യുവാലിറ്റി പറയുന്നത്. ഇനി നമുക്ക് എൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഡ്യുവൽ ഓഫ് ദ ഫോളോയിങ്. ഈ സ്റ്റേറ്റ്മെന്റ് ഡ്യുവൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വലിയ പാടൊന്നുമില്ല, നിങ്ങൾ കണ്ണോടച്ചുകൊണ്ട് ചെയ്യും, അല്ലേ? പി അതുപോലെ എഴുതി, സോറി, അല്ലേ? നിങ്ങൾ കണ്ണോടച്ചുകൊണ്ട് ചെയ്യും. നേരെ നമ്മള് പി അതുപോലെ എഴുതി. ഇവിടെ നമ്മൾ പി അതുപോലെ തന്നെ എഴുതി. ഇതിനോടുള്ള എന്തുവാ? ആൻഡ് ആണ്, അല്ല ഓർ ആണ്. അവനെ ആൻഡ് ആക്കി. ക്യൂ അതുപോലെ എഴുതി, ബ്രാക്കറ്റ് അതുപോലെ ഇട്ടു. ഇവിടെ ആൻഡ് ആണ്, അവനെ ഓർ ആക്കി. ഇത് ആറാണ് കേട്ടോ, നമ്മളൊരു സിമ്പിൾ ആറാണ്.
അതുപോലെ തന്നെ എഴുതി. അടുത്ത ഇവന്റെ ഡ്യുവാലിറ്റി എഴുതാൻ പറഞ്ഞാൽ ഇതും വളരെ എളുപ്പമാണ്. എന്താ എഴുതുന്നത്? പി അതുപോലെ എഴുതി, ആൻഡിന് പകരം ഓർ ഇട്ടു, ക്യൂ അതുപോലെ എഴുതി, ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ ഓറിന് പകരം ആൻഡ് ഇട്ടു, ടി. ടിക്ക് വരാൻ തോന്നണം ഫാൾസ്, ടിക്ക് പകരം ഫാൾസ്, ടിക്ക് പകരം ഫാൾസ്. സോ അതിന്റെ ഡ്യുവാലിറ്റി എഴുതി. അടുത്ത ഇദ്ദേഹത്തിന്റെ കേസിൽ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇത് വന്നേക്കാം, രണ്ട് വരെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ അർത്ഥം. അപ്പൊ ഇതിന്റെ നമ്മൾ ഡ്യുവാലിറ്റി എഴുതുന്നതിന് മുമ്പ് ഇവനെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കുന്ന വെച്ചാൽ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് വേണം ഡ്യുവാലിറ്റി എഴുതാനായിട്ട്. ഞാൻ തൊട്ട് താഴ്ച ഇട്ടുണ്ട് ഇവിടെ. ഇത് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതിന് ഡ്യുവാലിറ്റി എഴുതാനായിട്ട് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്, പി ഓർ ക്യൂ ആണ്, അതിനെ പി ആൻഡ് ക്യൂ എന്ന് എഴുതി. ഇവിടെ ആൻഡ് ആണ്, ഇവിടെ ഓർ എന്ന് എഴുതി. പി ഇവിടെ ഓർ ആണ്, ഇവിടെ ആൻഡ് എഴുതി. നെഗേഷൻ ബ്രാക്കറ്റിനകത്ത് പി ആൻഡ് എസ് ബ്രാക്കറ്റ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ മാത്രം എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ തൊട്ട് താഴെ എല്ലാം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വണ്ടി എന്ന് വെച്ചാല് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂവിനെ പി ഇംപ്ലൈസ് ക്യൂവിന്റെ ഇക്വലൻസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി ഫോർ ക്യൂ ആണ്. നമ്മൾ നേരത്തെ ആൾജിബ്ര ഓഫ് പ്രൊപ്പോർഷൻ പറഞ്ഞ നെഗേഷൻ പി ഫോർ ക്യൂ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് ഇവൻ എഴുതി. ഒരു നെഗേഷൻ പുറത്ത് കിടപ്പുണ്ട്, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ ആൻഡ് ഇത് അതുപോലെ തന്നെ എഴുതി. ആർ ആൻഡ് ടി അതുപോലെ തന്നെ എഴുതി. ഇനി നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുമായിട്ട് നെഗേറ്റ് ചെയ്താൽ രണ്ട് നെഗേഷൻ ക്യാൻസൽ ആയി പോകും. അപ്പം വെറും പി എന്ന് എഴുതി. പി ഫോർ ക്യൂ ആൻഡ് ആർ ആൻഡ് ടി. ഇതൊരു നമ്മൾ എന്തോന്നത് പോയില്ല, ഡ്യുവലിലേക്ക് പോയില്ല, ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് ആക്കിയില്ല. ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ പോവാം. ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ് ആക്കാനായിട്ട് പി അതുപോലെ തന്നെ എഴുതി. ഇവിടുത്തെ ഓറിനെ ആൻഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തു, ക്യൂ എഴുതി. ഇവിടത്തെ ഓറിനെ വീണ്ടും ആൻഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തു, ഇവിടത്തെ ആർ അതുപോലെ എഴുതി. ഇവിടുത്തെ ആൻഡിനെ ഓർ കൊണ്ട് റീപ്ലേസ് ചെയ്തു, ട്രൂവിനെ എന്തോ ആക്കി ഫാൾസ് ആക്കി. ഇതാണ് ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സാധനത്തെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്ത്? ബൈ യൂസിങ് ദിസ് ഐഡന്റി. നേരത്തെ പറഞ്ഞ ആൾജിബ്ര ഐഡന്റി വെച്ചു പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ നെഗേഷൻ പി ഓർ ക്യൂ. അപ്പൊ അത് കാണാതെ പിടിച്ച് വെച്ചെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംപ്ലൈസ് ഒക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും ആണ് നമുക്ക് പറയാനുള്ളത്. ഡ്യുവാലിറ്റി തിയറം പറഞ്ഞു, ഇക്വലൻസ് ഓഫ് ടു പ്രൊപ്പോസിഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആൾജിബ്ര ഓഫ് പ്രൊപ്പോർഷനിൽ പ്രധാനപ്പെട്ട ഇതും പറഞ്ഞു. ഇതെല്ലാം പഠിച്ചു വെച്ചേക്കോ. നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, താങ്ക് യു.